കറുവപ്പട്ട ഒരാഴ്ചയായിട്ട് മെനക്കെട്ടിട്ട് കിട്ടിയതാണ്. കറുവയുടെ കമ്പ് വെട്ടി കൂന്തി വെച്ച് അതിൻ്റെ കരിന്തൊലിയൊക്കെ കളഞ്ഞിട്ട് ചീകാതെ പൊളിച്ചെടുക്കാൻ മാത്രം നല്ല കനവില്ലായിരുന്നു. അതുകൊണ്ടാണ് ചീകേണ്ടി വന്നത്. അത് പിന്നെ 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി ഒരു 200 ഗ്രാം കിട്ടും. 100 ഗ്രാമിന് തന്നെ നല്ല കറുവപ്പട്ടയ്ക്ക് 170 രൂപ മുതൽ മുകളിലേക്കാണ് വില. അപ്പം നമ്മൾ തന്നെ ഈ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഈ കറുവപ്പട്ട അത് മായമില്ലാത്തതാണ്. പിന്നെ അല്ലെങ്കിൽ വനത്തിലൊരു വിഷമയം ഉള്ള ഒരു മരമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സുഗന്ധം ഈ കറുവയ്ക്ക് നല്ല സുഗന്ധമല്ലേ, സുഗന്ധവ്യഞ്ജനങ്ങളിൽ പെട്ടതാണല്ലോ ഈ കറുവ. അപ്പോൾ ഈ സുഗന്ധം ഉള്ളൊരു മരമുണ്ട്. അതിൻ്റെ തൊലിയാണ് നമുക്ക് കറുവപ്പട്ടയായിട്ട് വാങ്ങാൻ കിട്ടുന്നത് മാർക്കറ്റിൽ നിന്ന്. അത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുമല്ല, അതിനകത്ത് മായം ചേർന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കറുവകൾ നിൽപ്പുണ്ട്. അതിൻ്റെ ചില പറമ്പിലൊക്കെ അത് ഔഷധ ഗുണമുള്ളതാണെന്ന് അറിയാവുന്നത് കൊണ്ട് വെട്ടിക്കളയുന്നുമില്ല, അതിൻ്റെ തൊലി തൊട്ട് അവർ എടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ അറിവിൽപ്പെട്ടതുണ്ടെങ്കിൽ നമുക്കൊരു കമ്പ് സംഘടിപ്പിച്ചാൽ ഒരു വർഷത്തേനുള്ള നമ്മുടെ കറുവപ്പട്ട നമുക്ക് എന്തായാലും മസാലക്കൂട്ടിനകത്ത് അത്യാവശ്യമുള്ളൊരു സാധനമാണല്ലോ ഈ കറുവപ്പട്ട. അപ്പം നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ ഒരു കമ്പ് വെട്ടിക്കളഞ്ഞു ഞാൻ കാണിക്കാം. ഉണ്ടോ, മുറ്റത്തേക്ക് ചാഞ്ഞ് കിടന്ന് വെട്ടിക്കളഞ്ഞിടത്ത് കളയാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഇന്നത്തെ പരിപാടി അതാണ്. അതും കൊണ്ട് കറുവപ്പട്ട എടുക്കുക. ഇത്രയും കമ്പേ കിട്ടിയുള്ളൂ. ഇതുണ്ടോ, അതിൻ്റെ ഇളം തലക്കായതുകൊണ്ട് വലിയ പട്ടയൊക്കെ കുറവായിരിക്കും. എന്നാലും വിഷമില്ലാത്തതും നമ്മുടെ വീട്ടിലുണ്ടായതും അല്ല. അതുകൊണ്ട് അതിനെ ഇന്ന് ശരിയാക്കാം. ആദ്യം ഇങ്ങനെ കരിന്തൊലി ചീകി കളയണം. എന്നിട്ട് നമുക്ക് പൊളിച്ചെടുത്ത് ഉണങ്ങിയെടുക്കണം. കരിന്തൊലി ചീകി കളഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് പൊളിച്ചെടുക്കണം. കറുവയുടെ പട്ട മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ അടപ്പയിൽ വയ്ക്കാൻ മാത്രം. ഇത് ഇന്ന് വെയിൽ കുറവാണ്, എന്നാലും നമുക്ക് 2-3 ദിവസം വെയിലത്ത് വയ്ക്കുമ്പോഴത്തേനും ഉണങ്ങി കിട്ടുമായിരിക്കും. നമ്മുടെ കറുവപ്പട്ട കണ്ടോ, 2 ദിവസത്തെ വെയിൽ തീർന്നു. അപ്പോഴത്തേനും ഒടിയാറായി, കനവും കുറഞ്ഞു, വീതിയും കുറഞ്ഞു. ഒരു 2 ദിവസം കൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കാം. നമ്മുടെ കറുവപ്പട്ട ഇന്നിപ്പോൾ 4-ാം ദിവസമാണ് വെയിലത്ത് വെച്ചിരിക്കുന്നത്. ഇന്നുകൊണ്ട് ഇതിൻ്റെ ഉണക്ക് തീരുമായിരിക്കും. അപ്പം ഞാൻ വേറെ ഒരു ചെറിയ കമ്പ് കിടന്നത് സമയം കിട്ടിയപ്പോൾ അതും കൂടെ ഒന്ന് തൊലി ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഇന്നലെ കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചിരുന്നു. ഇന്നാണ് കാര്യമായിട്ട് രാവിലെ വയ്ക്കാൻ പറ്റിയത്. പിന്നെ അത് കുറച്ച് വാടിയതായതുകൊണ്ട് അതിൻ്റെ ഉണക്ക് 2-3 ദിവസം കഴിഞ്ഞ കമ്പായതുകൊണ്ട് അതിൻ്റെ ഉണക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമായിരിക്കും. വെള്ളം വലിഞ്ഞപ്പിനെയാണ് ചെത്തിയെടുത്തിരിക്കുന്നത്. ഇതിനെ കണ്ടോ, കളറൊക്കെ മാറി തുടങ്ങി, ചുമന്ന കളർ വരാൻ തുടങ്ങി. ഇത് ഇന്നോ അല്ല നാളെയും കൂടെ വെക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഉണക്ക് തീരും. അപ്പോഴത്തേനും ആദ്യം നമ്മുടെ ഈ പാത്രം നിറച്ചുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അതിൻ്റെ അളവ് കണ്ടോ, ഉണങ്ങി ചെറുതായി, കനവും കുറഞ്ഞ് വീതിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇന്നും കൊണ്ടെടുത്ത് പാകത്താക്കാം. നമ്മുടെ കറുവപ്പട്ട ഇന്നിപ്പോൾ 4 ദിവസം ഉണക്ക് തീർന്നു കേട്ടോ. ഇതുണ്ടോ, ഇനിയിപ്പോൾ അത് ഒടിച്ചാൽ ഒടിഞ്ഞു പോകുന്നുള്ളൂ. ഒടിക്കുമ്പോൾ ഒച്ച കേൾക്കാം. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ട് വയ്ക്കാം. കറുവപ്പട്ട ഉണങ്ങി വാരി കൊണ്ടുവന്നാണ് കേട്ടോ. നമുക്കിതൊരു 1 ലിറ്റർ കൊള്ളുന്നൊരു പാത്രം. ഈ പാത്രത്തിലേക്ക് ഇതിട്ട് വെക്കാം. ഇനി വെയിറ്റ് കുറവുള്ളതല്ലേ, ഒരു 10-200 ഗ്രാമേ കാണുള്ളൂ. പക്ഷേ അളവ് 1 ലിറ്റർ കാണും. ഇതിനകത്ത് വാരിയിട്ട് അടച്ച് സൂക്ഷിച്ചാൽ ഒരു വർഷം വരെയൊക്കെ മണവും ഗുണമൊക്കെ പോകാതെ നല്ല സുഗന്ധത്തോടെ തന്നെ ഇരുന്നോളും. കറുവപ്പട്ടയ്ക്ക്
ഗരം മസാലയ്ക്ക് അത് ചേർക്കാൻ മാത്രമല്ല വേറെയും ഗുണങ്ങളുണ്ട്. ഗൗട്ടിനും യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള കഴിവ്. നമ്മൾ ഒരു വിധത്തിൽ ആലോചിച്ചാൽ നമ്മൾ ഈ ഇറച്ചിക്കകത്ത്, മീനിനകത്ത്, അല്ലെങ്കിൽ തേങ്ങയ്ക്കൊക്കെ, കറികൾക്കൊക്കെ അരയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഔഷധ ഗുണമുള്ളതും കൂടെയാണ് കേട്ടോ. ഉള്ളിയാണേലും മല്ലിയാണേലും നമ്മളെല്ലാം കറികളിൽ ചേർക്കുന്ന തേങ്ങയും എല്ലാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് രോഗം വരാതിരിക്കാനുള്ള സാധനങ്ങൾ, നമ്മുടെ രോഗത്തെ തടയാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ. ഇത് വെറുതെ അടയ്ക്കാതെ ഒന്ന് സീൽ ചെയ്ത് അടയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഒരു 6 മാസത്തേനുള്ള കറുവപ്പട്ട എങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചു.